സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുകയാണ്. സ്നേഹം കൊണ്ട് പാപങ്ങളെ ബഹുത്വത്തെ ക്ഷമിക്കപ്പെടുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിൽ വസിക്കുന്നു. സ്നേഹം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ പലതരം സ്നേഹം നമുക്ക് കാണാൻ കഴിയും. എന്തിനും കണ്ട് അട്രാക്റ്റ് ചെയ്ത് സ്നേഹം, അട്രാക്ഷൻ, ആ സ്നേഹത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നാം ലോകത്തിൽ പലതിനെ അട്രാക്റ്റ് ചെയ്ത് അതിനെ ഇഷ്ടപ്പെടാറുണ്ട്. ചിലപ്പോൾ വ്യക്തികൾ ഇഷ്ടപ്പെടാറുണ്ട്, ചിലപ്പോൾ സംഭവങ്ങൾ ഇഷ്ടപ്പെടാറുണ്ട്, വസ്തുക്കൾ ഇഷ്ടപ്പെടാറുണ്ട്. അതിനെ പറ്റിയല്ല ഇവിടെ പറഞ്ഞത്. സ്നേഹത്തെക്കുറിച്ച് നാം ബൈബിളിൽ പഠിപ്പിക്കണമെങ്കിൽ സ്നേഹം അത് നിർവ്യാജമായിരിക്കട്ടെ എന്നാണ്. അതിനകത്ത് വ്യാജം ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, മനസ്സിൽ ഒരു ദുരുദ്ദേശം കണ്ടിട്ട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. അതിനെക്കുറിച്ചല്ല ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. ദൈവം സ്നേഹത്തെ വെളിപ്പെടുത്തിയത് എങ്ങനെയെന്നറിയാമോ? പാപികളായ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു. പാപത്തെ വെറുത്തിട്ട് പാപിയായ എന്നെ ദൈവം സ്നേഹിച്ചു. ആ സ്നേഹത്താൽ നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങി. ആ സ്നേഹത്താൽ നമ്മളെ വീണ്ടെടുത്തു. ആ സ്നേഹത്താൽ നമ്മളെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. ആ സ്നേഹത്താൽ കർത്താവ് പുതിയ കൃപകളെയും പുതിയ അഭിഷേകത്തെയും പകരുന്നു. ദൈവം സ്നേഹം തന്നെ എന്ന് പറയുമ്പോൾ നാം ഈ ഭൂമിയിൽ കാണുന്ന മാനുഷികമായ ലൗകികമായ ലസ്റ്റ് കൊണ്ട് നിറഞ്ഞ സ്നേഹമല്ല അവിടെ പറഞ്ഞത്. ഈ സ്നേഹത്തിനകത്ത് പാപമില്ല, കളങ്കമില്ല. ഈ സ്നേഹത്തിനകത്ത് കുറ്റപ്പെടുത്തലില്ല. ഈ സ്നേഹത്തിനകത്ത് ആരോപണമില്ല. ഈ സ്നേഹം പരസ്പരം പണിയപ്പെടുന്നതാണ്. ഈ സ്നേഹം പാപത്തിലേക്ക് നയിക്കുന്നതല്ല. നമുക്കറിയാം, ഇന്നത്തെ സമൂഹം സ്നേഹം നടിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് പോകുന്നത് പാപത്തിലാണ്. പലതരം പാപത്തിലാണ്. ലൈംഗിക പാപമുണ്ട്, കൊലപാതകമുണ്ട്, തെറ്റായ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന രീതികളുണ്ട്. അത് തികച്ചും പൈശാചികമാണ്. കാര്യം അതിനകത്ത് സ്നേഹമല്ല കിടക്കുന്നത്, ലസ്റ്റാണ്, ലോകമോഹമാണ്. അതിൻ്റെ അവസാനം മരണമാണ് കിടക്കുന്നത്. പാപം മരണം കൊണ്ടുവരും. ഈ സ്നേഹം അതല്ല. ദൈവത്തിൽ വസിക്കുന്നവൻ്റെ സ്നേഹം അതല്ല. ഈ സ്നേഹം പാപത്തിൽ നിന്ന് നിത്യതയിൽ കൊണ്ടുപോകുന്നതാണ് ദൈവസ്നേഹം. അതേ ദൈവമക്കളെ, നാം സ്നേഹത്തിൻ്റെ പേരിൽ വഴിതെറ്റി പോകരുത്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് കാണുന്നവരെ സ്നേഹിക്കുകയും പ്രേമിക്കുകയും ഒക്കെ ചെയ്തിട്ട് നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭവനത്തിൽ അസ്വസ്ഥ ഉണ്ടാക്കുന്നത് അത് സ്നേഹമല്ല, അത് പൈശാചികമാണ്. ഉയരത്തിൽ നിന്നുള്ളതല്ലത്. അത് പ്രാകൃതമാണ്, പൈശാചികമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ തികഞ്ഞ ഒരു വരം പ്രാപിക്കാൻ വേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം ഒത്തിരി പേർ ഈ സ്നേഹം ആഗ്രഹിച്ചിട്ട് പല പ്രശ്നങ്ങൾ കുടുങ്ങി ആത്മഹത്യ വരെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് സ്നേഹമല്ല, അത് പൈശാചികമായ ഒരു ലോകമോഹത്തിൻ്റെ വക്രത നിറഞ്ഞതാണ്. യോഹന്നാന്റെ ലേഖനം 1-4 അധ്യായത്തിൽ ഒരു വാക്യം പ്രകാരമുണ്ട്. 6-ാം വാക്യം, 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവുണ്ട്, വഞ്ചനയുടെ ആത്മാവുണ്ട്. സത്യത്തിൻ്റെ ആത്മാവ്, ദൈവസ്നേഹത്തിനകത്ത് ഒരു സത്യത്തിൻ്റെ ആത്മാവ് കിടപ്പുണ്ട്. ദൈവമക്കളെ, നാം അറിയണം, ചില സങ്കടകരമായ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ചില മാതാപിതാക്കൾ വളരെ ആഗ്രഹത്തോടെ, വളരെ ശ്രദ്ധയോടെ കഷ്ടപ്പെട്ട് വളർത്തുന്ന തലമുറകൾ തെറ്റായ സ്നേഹബന്ധങ്ങൾ കുടുങ്ങിയിട്ട് അപ്പനമ്മയും കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, തകർന്ന് കണ്ടിട്ടുണ്ട്. അത് സ്നേഹമല്ല കുഞ്ഞുങ്ങളെ, അത് സ്നേഹമല്ല. അത് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുവന്ന ദുഷ്ടൻ്റെ മോഹശക്തിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ദൈവസ്നേഹം
ദൈവസ്നേഹം അത് പാപത്തിൽ നിന്നും അകൃത്യത്തിൽ നിന്നും ദുഷ്ട വഴിനൊക്കെ നമ്മളെ വിടുവിച്ച് ദൈവകൃപയിൽ നമ്മളെ നിർത്തുകയാണ്. അതേ ദൈവസ്നേഹത്താൽ നിറയപ്പെടട്ടെ. നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിൻ്റെ വചനത്താൽ പ്രകാശിക്കപ്പെടട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ആത്മാദാഹത്തോടെ നിറയപ്പെടട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ.